ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അനിയൻ്റെ ഒരു കൂട്ടുകാരനെയാണ്. 1 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തിട്ട് 2 ലക്ഷം രൂപയ്ക്ക് പണിതവൻ. ഇതാണ് ഞാൻ പറഞ്ഞ ആ 10 തലയുള്ള അവതാരം തനി രാവണൻ. ഗൈസ്, ഇതാണ് ഷാഹുൽ. അപ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 1 ലക്ഷം രൂപയുടെ വണ്ടി എടുത്ത് 2 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് എന്നോട് 2 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അല്ല, 2 ലക്ഷം രൂപയ്ക്ക് പണിയാൻ ഇടിച്ചിട്ട് വണ്ടി പണിയാനുള്ള ഒരു മോട്ടിവേഷൻ. നമ്മള് അത്യാവശ്യം വലിയ റൈഡേഴ്സ് ആവുമ്പോളേ ഇടയ്ക്ക് മറിഞ്ഞാടും. റൈഡേഴ്സ് നീ അവിടെ പോയി ഇവനെ കൂടുതൽ കോതാക്കാൻ ആകെ കോളേജിൽ പോകും, തിരിച്ചു വരും. നമ്മളിപ്പോ എവിടെയെങ്കിലും വണ്ടി എടുത്ത് ട്രിപ്പ് പോകാൻ പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ വണ്ടി മാറ്റിക്കും. ഇപ്പൊ പണി വന്നു, ഇപ്പൊ വണ്ടി 3 വാങ്ങേണ്ട പൈസ ഒറ്റയടിക്കായിട്ട്. അപ്പൊ അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? വണ്ടി ആവുമ്പോ പണി വരും, നമ്മള് പണിതിറക്കണം. നമ്മള് മോഹവില കൊടുത്ത് മേടിച്ച ബൈക്കാ. അതിന്റെ ആ വീഡിയോ കണ്ടായിരുന്നോ? അതിന്റെ ഡയലോഗ് എങ്ങനത്തെയാ? വളരെ മോശമായ ഡയലോഗ്. അങ്ങനത്തെ അല്ല, റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ച് കടലിൽ നിന്ന് പിടയ്ക്കണ മീനെ പോലെ പിടിച്ചോണ്ടിരുന്നതായി മഹാനെന്നും പറഞ്ഞിട്ടാ ആ വീഡിയോ റീച്ചായി. കൂറ്റമയിലുള്ള സകല ആൾക്കാരും അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ബിസ്മിയില് നീ നിലം തുടക്കണ എന്തിനാ? ബിസ്മിയില് നമ്മുടെ കൂട്ടുകാരെ ഫുഡ് കഴിച്ചു പോയിട്ടല്ലേ, 10-20 ഫുഡ് കഴിച്ചിട്ട് പോയി. അപ്പൊ ഇവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്തോ ചെറിയ പരിപാടിക്കായിട്ട് ഇവൻ പുറത്തുനിന്ന് മലപ്പുറത്തുനിന്ന് ഒരു പയ്യനെ കൊണ്ടുവന്നു. അപ്പൊ നല്ല മെച്ചമുള്ള പരിപാടിയായിരുന്നു എന്നാ വിചാരിച്ചത്. പക്ഷെ അവൻ ഇവിടെ വന്നിട്ട് ഡെയിലി ഇവന്റെ പറ്റില് പൈസ അയച്ചിട്ട് അവസാനം അവൻ മുങ്ങി. 25,000 രൂപ വരെ അങ്ങാണ്ട് ആ ചെറുക്കൻ പറ്റി. അപ്പത്തേനും കടക്കാരൻ ഇവനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇവനെ പിടിച്ചിട്ട് അവിടെ അടുക്കള കയറ്റി നിർത്തി പൊറോട്ട അടിപ്പിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവൻ. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ വളരെ മറ്റുള്ളവർക്ക് പൈസ. പിറ്റേന്ന് മലപ്പുറംകാരനെ എടുത്ത റൂമിൽ അവന് കാണാനില്ല. അപ്പൊ അതുപോലത്തെ ഒരു വ്യക്തിയാണ് ഇവൻ. നല്ല മനസ്സിനുടമയാണ്. അവന്റെ കടം തീർത്തത് ഇവൻ ഫ്ലിപ്കാർട്ടിൽ ഓടിയിട്ടാണ്. ഇപ്പൊ കടം തീർത്തിട്ട് അവൻ സ്വസ്ഥമായിട്ട് കയറി കിടക്കുന്നതാണ് കഴിച്ചത്. ഇന്നാണ് കയറുന്നത്. ക്ലാസ്സിൽ പോവാതെ ഉച്ച വരെ പണി ഓടിയിട്ടാണ് അവൻ തീർത്തത്. ആ കടക്കാരൻ ഇവന്റെ ആധാർ കാർഡ് കയ്യിൽ വെച്ചേക്കും കേട്ടോ, ഉറപ്പിന് വേണ്ടി. അപ്പൊ ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത ആഴ്ച ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഇനി മറ്റുള്ളവർ സഹായിച്ചിട്ട് പൈസ ഇതുപോലെ തന്നെ നശിപ്പിക്കും. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പത്തേനും നീ വീണ്ടും മിറ്റത്തിൽ BMW. ഒരു കൂട്ടുകാരനെ എന്ന നിലയിൽ ഷാഹുലിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ഫാസിൽ? ആദ്യം കണ്ട് പരിചയപ്പെട്ട സമയത്തൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാ ഇവൻ നല്ല ബുദ്ധിയുള്ള ഒരുത്തനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഉള്ളില് വിജയിക്കണം എന്നൊരു ഇതുണ്ട്, ഒരു തീയുണ്ട്. പക്ഷെ ആ തീ അങ്ങോട്ട് കത്തി വളരില്ല. പിന്നെ എന്നാ വെച്ചാ ഇവൻ ആൾക്കാരെ സഹായിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഇവൻ കാരണം കുറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം കാർ റെന്റിന് എടുത്തിട്ട് ഒരു ദിവസം അവന്റെ വണ്ടി അവൻ മറ്റുള്ളവർക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ട് ആ വണ്ടി കൊണ്ടുപോയി മറിച്ചടിച്ച് അവന്മാര് പണിത് കൊടുക്കാൻ പൈസ കൊടുക്കാണ്ട് ഇവൻ തന്നെ പണിത് മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം വണ്ടി ഇവൻ പണിയോളൂ എന്നുള്ളൊരു ഇതിലാണ് ഇവന്റെ മൈൻഡ്. ആര് പണിതാലും ആര് മറിച്ചടിച്ചാലും ഇവൻ തന്നെ പണിത് കൊടുക്കും. ഇവനൊരു നിലയിലെത്തിയിട്ട് വേണം ഇവനെ കുറിച്ച് എനിക്കൊരു പുസ്തകം അടിച്ചിറക്കി നാളെ വേൾഡ് വൈഡ് വെബാക്കാൻ. ഷാവുല, ഇതൊന്നും കേട്ട് നീ തളരോ? ഇല്ലല്ലോ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അബുദാബിയിൽ നിന്ന് ഇവിടെ വരുമ്പോ നീ എനിക്ക് BM ഓടിക്കാൻ തരല്ലേ? ഏതിലൊരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? 10 രൂപയുടെ പള്ളിപ്പെരുന്നാളിന് മേടിക്കണ കന്നീരുവേന് മേടിക്കണ കാറാണടാ. കന്നീരുവേന് മേടിക്കണ കാറ് മേടിച്ചിട്ട് കാര്യമില്ല. അത് റിമോട്ടിൽ പറഞ്ഞ കാറാ. അതിപ്പോ അയ്യോ അവിടെ കടയൊക്കെ വന്നു. നമുക്ക് വിട്ടാലോ? അപ്പൊ പുതിയ ഷാവുലിന്റെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ കന്നീരുവത് കാണാൻ പോവാം. ഇക്കടൊക്കെ എന്താ അവിടെ ഷവർമാശി പോയിട്ട് ഷവർമ. നീ എന്ത് പറയണം അത് മേടിച്ചു തരും. നീ സ്റ്റാർ ആയതുകൊണ്ട് നീ മേടിച്ചു തരും. പൈസ നീ കൊടുത്താൽ മതി. എന്ത് മേടിച്ചു തരും. പൈസ കൊടുക്കൂലേ? എടാ അപ്പൊ RX എന്ന് ഇറങ്ങും? അത് പറ. അടുത്ത ആഴ്ച ഇറങ്ങോളൂ. ഉറപ്പല്ലേ?
വണ്ടി പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ആണ്. പിൻ ടു പിൻ റീസ്റ്റോറേഷൻ വിത്ത് ക്യാറ്റ് അപ്പൊ പിൻ ടു പിൻ റീസ്റ്റോറേഷന്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. നീ ഇതെടുക്കണ്ട, ബിഫോർ ആഫ്റ്റർ ഇതാരേത് മൊരട്ട സിംഗം. ഇത് എന്തിനാണ് എങ്ങനെ ചിരിക്കണ വാസില? പെണ്ണുങ്ങളെ കാണുമ്പോ അവർക്ക് ഫിക്സ് ആകും. ഇത് എവിടെ വെച്ചാ? കോളേജിൽ വെച്ചാ? കോളേജിൽ വെച്ചാ? നിന്റെ വീട്ടിൽ വെച്ചാ? വീട്ടില് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചപ്പോ മറിഞ്ഞോണ്ട് ചിരിച്ചത് അങ്ങനെ. നല്ല രസം. കാൻഡിഡ് ക്ലിക്ക് അല്ലേ? കാൻഡിഡ് ക്ലിക്ക്. ദിനത്തിന് ചോറ് മേടിക്കാൻ പോയതാ. സുബൈ കഴിഞ്ഞപ്പോ തന്നെ ചോറ് കൊടുത്ത് തുടങ്ങി. ഒരുത്തൻ ചോറ് മേടിക്കാൻ പോയതാ രാത്രി 8 മണിക്ക്. അത് രണ്ടുപേരുടെ പൈസയും കടം മേടിച്ച് കൊടുത്ത് ചോറ് മേടിക്കാൻ പോയി. പള്ളി കമ്മിറ്റിക്കാരൻ്റെ അടുത്ത് പള്ളി കമ്മിറ്റിക്കാരൻ പറയാ ചോറൊന്നും ഇല്ല മോനെ. എന്നിട്ട് ചോറ് ഇട്ടില്ല. അപ്പൊ ഉമ്മ നിന്നെ വഴക്കൊന്നുമില്ല. ചോറ് ഇട്ടില്ല. ചോറ് കിട്ടാത്തോണ്ട് അപ്പൊ നബിദിനത്തിൽ ചോറ് മേടിച്ചില്ല. ചോറ് മേടിച്ചില്ല. എന്നിട്ട് കൊടുത്ത് ഒരു 600 കൊടുത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചാട്ട് ചോറില്ലെങ്കിൽ പൈസ എന്നിട്ട് തന്നോ? എന്നിട്ട് ഒരു 600 തിരിച്ച് മേടിച്ചെടുത്തു. കമ്മിറ്റിക്കാരൻ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അതിനകത്ത് ഇട്ടെടുത്തു പറഞ്ഞ. ഇതാണ് ആ വ്യക്തി. നബിദിനത്തിന്റെ രാവിലെ സുബൈക്ക് ചോറ് കൊടുത്തതിന് അവൻ രാത്രി ഇശ കഴിഞ്ഞിട്ടാണ് ചോറ് വാങ്ങാൻ പോയത്. രാത്രി 8 മണിക്കാ ചോറ് മേടിക്കാൻ എത്തിയത്. അങ്ങനെ നല്ല സംഭവം. ശരിക്കും എല്ലാ പള്ളിയിലും ഉച്ച സമയത്താണ് കൊടുക്കാറ്. അല്ല ഞാൻ രാവിലെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ പല്ലരിമംഗലത്ത് ഇങ്ങനെ എണീച്ച് പിള്ളേർക്കും എല്ലാവർക്കും മിഠായി കൊടുത്ത് ദാനം ചെയ്ത് കണ്ടിട്ട് കൂടി ഇല്ല. നബിദിന റാലി കാണാത്ത ഇവൻ മാത്രമേ ഉള്ളൂ അല്ലേ? അത് തന്നെ. ഇവരൊക്കെ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. ശരിക്കും ഞാൻ രാവിലെ എണീച്ച് പിള്ളേർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റും ഈ വാച്ച് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോടാ. പോവാനുള്ള റൂട്ടും സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് വൈകി. ഏത് പള്ളിയിലെ പിള്ളേർക്ക്? ഈ താഴത്തെ കൂടെ കുറച്ച് പിള്ളേർ എടുത്തോണ്ടായിരുന്നു. ചോറ് കിട്ടാത്തപ്പോ നിന്നെ ഇന്ന വഴക്ക് പറഞ്ഞില്ലേ? രണ്ടുപേരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഒരു പരുവത്തിലാകും. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.